2 ദിവസം മുമ്പ് ന്യൂഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ ഒരു പ്രത്യേക വിമാനം നിശബ്ദമായി പറന്നിറങ്ങി. സാധാരണ യാത്രക്കാരില്ല, ആഘോഷമില്ല. പക്ഷേ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് അത്യന്തം നിർണായകമായ ഒരു നിമിഷം അവിടെ നടന്നു. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് വർഷങ്ങളായി ഇന്ത്യൻ ഏജൻസികൾ അന്വേഷിച്ചിരുന്ന അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ പ്രധാന സൂത്രധാരൻ മുഹമ്മദ് സലിം ഡോള ആയിരുന്നു. ഇത് ഒരു സാധാരണ അറസ്റ്റല്ല. ഇത് ഇന്ത്യയുടെ മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടത്തിലെ പുതിയ ഘട്ടത്തിൻ്റെ തുടക്കമാണ്. കാരണം സലിം ഡോള ഒരു സാധാരണ കള്ളക്കടത്തുകാരൻ മാത്രമല്ല. അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഡി കമ്പനിയുടെ ആഗോള നാർക്കോട്ടിക് ശൃംഖലയിലെ നിർണായക വ്യക്തിയാണ് അയാൾ. തുർക്കിയിൽ നിന്ന് സലിം ഡോളയെ തിരികെ കൊണ്ടുവന്നതോടെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഒരു നാഴികക്കല്ല് താണ്ടിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. സലിം ഡോളയുടെ അറസ്റ്റ് എല്ലാ മയക്കുമരുന്ന് കുറ്റവാളികളെയും സംഘടിത കുറ്റകൃത്യ സംഘങ്ങളിലെ അംഗങ്ങളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഉറച്ച ദൃഢനിശ്ചയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. മയക്കുമരുന്ന് സംഘങ്ങളെ നിഷ്കരുണം തകർക്കുക എന്നത് മോദി സർക്കാരിൻ്റെ ദൗത്യമാണ്. രാജ്യത്തെ മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസികൾ ആഗോള ഏജൻസികളുടെ ശക്തമായ ശൃംഖലയിലൂടെ അതിർത്തികൾക്കപ്പുറത്തേക്ക് നഖങ്ങൾ നീട്ടിയിട്ടുണ്ടെന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അമിത്ഷാ പറഞ്ഞു. അപ്പോൾ ആരാണ് സലിം ഡോള? എന്തുകൊണ്ടാണ് ഇയാളുടെ അറസ്റ്റ് ഇന്ത്യക്കും അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികൾക്കും ഇത്രയും പ്രാധാന്യമുള്ളതാകുന്നത്? മുംബൈയിലെ ഡോംഗ്രി പ്രദേശം ആസ്ഥാനമാക്കി ചരസ് വ്യാപാരം നടത്തിയിരുന്ന സലിം ഡോള ഏകദേശം 1 ദശാബ്ദം മുൻപ് വിദേശത്തേക്ക് കടന്നു. പിന്നീട് തുർക്കി, ബൾഗേറിയ, മിഡിൽ ഈസ്റ്റ് മേഖലകൾ എന്നിവ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രവർത്തിച്ചാണ് ഇയാൾ മയക്കുമരുന്ന് വ്യാപാര ശൃംഖല നിയന്ത്രിച്ചത്. കേന്ദ്ര നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന ഒരു മയക്കുമരുന്നായ മെഫഡ്രോൺ MD എന്ന സിന്തറ്റിക് ലഹരി വസ്തുവിൻ്റെ ലോകത്തെ ഏറ്റവും വലിയ വിതരണക്കാരനാണ് ഇയാളെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മ്യാവ് മ്യാവ്, MCAT എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹൈപ്പർ ആക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഈ ലഹരി വസ്തു യുവാക്കളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന അത്യന്തം അപകടകരമായ ഒരു ഉത്തേജകമാണ്. കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാനാകുന്നതും ഉയർന്ന ലാഭം ലഭിക്കുന്നതുമാണ് ഇതിൻ്റെ വ്യാപാരത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സിന്തറ്റിക് ഡ്രഗുകൾ അന്താരാഷ്ട്ര കുറ്റകൃത്യ സംഘങ്ങളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നായി മാറിയിരിക്കുകയാണ്. 5000 കോടി രൂപയ്ക്കും മുകളിലുള്ള ഒരു അന്തർദേശീയ സിന്തറ്റിക് ഡ്രഗ് സാമ്രാജ്യത്തിൻ്റെ നിയന്ത്രണം സലിം ഡോളയ്ക്കായിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള കള്ളക്കടത്തിൻ്റെ സുവർണ പാതയായ ബാൾക്കൻ റൂട്ട് വഴിയുള്ള മയക്കുമരുന്ന് കടത്തിൽ ഇയാൾ നിർണായക പങ്ക് വഹിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ഈ റൂട്ട് വർഷങ്ങളായി അന്താരാഷ്ട്ര ലഹരിക്കടത്തിൻ്റെ പ്രധാന വഴികളിലൊന്നായി കണക്കാക്കപ്പെടുന്നുണ്ട്. ഇയാളെ പിടികൂടുവാൻ ഇന്ത്യക്ക് 2 വർഷം നീണ്ട അന്താരാഷ്ട്ര വേട്ടയാടലാണ് നടത്തേണ്ടി വന്നത്. ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ട് എന്ന പേരിൽ ആരംഭിച്ച ഈ നീക്കത്തിൽ ഇന്ത്യയുടെ കേന്ദ്ര ഏജൻസികൾ, ഇന്റർപോൾ, ടർക്കിഷ് ഇൻ്റലിജൻസ്, അതത് പ്രാദേശിക പോലീസ് എന്നിങ്ങനെ വിവിധ ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിച്ചു. ഈ നടപടി ഇന്ത്യയുടെ ആഗോള സുരക്ഷാ സഹകരണത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു വലിയ ഉദാഹരണമായാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. ഓപ്പറേഷൻ ഗ്ലോബൽ ഹണ്ടിൻ്റെ അവസാനം തുർക്കിയിലെ ഒരു നഗരത്തിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഡോളയെ ഏപ്രിൽ 25-ന് കണ്ടെത്തി പിടികൂടി. ഇയാൾ ഒരു വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉപയോഗിച്ചാണ് അവിടെ കഴിഞ്ഞിരുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കൃത്യമായ സാങ്കേതിക നിരീക്ഷണവും ഫിസിക്കൽ സർവൈലൻസും വഴിയാണ് ഇയാളുടെ സങ്കേതം കണ്ടെത്തിയത്. അറസ്റ്റിന് പിന്നാലെ വളരെ വേഗത്തിലാണ് നാടുകടത്തൽ നടപടികൾ പൂർത്തിയാക്കിയത്. പ്രത്യേക വിമാനത്തിൽ ഡൽഹിയിലേക്ക് എത്തിച്ച ശേഷം ഇയാളെ ആദ്യം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. തുടർന്ന് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഇയാളെ കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ മുംബൈയിലെ പ്രത്യേക NDPS കേസുകളുമായി ബന്ധപ്പെട്ട് ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. ഈ കേസിൻ്റെ മറ്റൊരു നിർണായക ഭാഗം സലിം ഡോളയുടെ കുടുംബവും അടുത്ത കൂട്ടാളികളും ഇതിനകം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ വലയിൽ ആയിട്ടുണ്ട്. മുൻ അന്വേഷണങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മകൻ താഹിർ ഡോള ഉൾപ്പെടെ ചിലർ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിക്കപ്പെട്ടിരുന്നു.
2024 അന്വേഷണങ്ങളുടെ ഭാഗമായി ഡോളയുടെ കൂട്ടാളികളിൽ പലരും അറസ്റ്റിലാവുകയും കോടികൾ വില വരുന്ന സ്വത്തുക്കൾ മരവിപ്പിക്കുകയും ചെയ്തു. ഇതോടെ ഒരു ചോദ്യമുയരുന്നു: ഡോളയുടെ അറസ്റ്റ് കൊണ്ട് എന്താണ് മാറുന്നത്? ഒന്നാമതായി, ഡി കമ്പനിയുടെ മയക്കുമരുന്ന് നെറ്റ്വർക്കിന് വളരെ വലിയ ഒരു തിരിച്ചടിയാണിത്. കാരണം ഡോള വെറുമൊരു ഫീൽഡ് ഏജന്റ് മാത്രമല്ല. സപ്ലൈ ചെയിൻ, വിതരണ കേന്ദ്രങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, രാജ്യാന്തര ബന്ധങ്ങൾ ഇതെല്ലാം ഏകോപിപ്പിച്ചിരുന്ന ഒരു പ്രധാന മാനേജറാണ്. രണ്ടാമത്, ഇയാളുടെ ചോദ്യം ചെയ്യലിലൂടെ ഇന്ത്യക്ക് പുറത്തുള്ള ഫണ്ടിംഗ് ചാനലുകൾ, വ്യാജ കമ്പനികൾ, പണമെത്തുന്ന മാർഗങ്ങൾ, മറ്റ് ഒളിവിലുള്ള കുറ്റവാളികൾ, പുതിയ ഡ്രഗ് റൂട്ടുകൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരാനും ഏജൻസികൾക്കും മറ്റു രാജ്യങ്ങൾക്കും ലഭിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. മൂന്നാമതായി, തുർക്കി ഇന്ത്യയുമായി ചേർന്ന് ഇത്തരമൊരു വളരെ വേഗത്തിലുള്ള നടപടി സ്വീകരിച്ചത് തന്നെ ഒരു വലിയ നയതന്ത്ര സന്ദേശമാണ്. സുരക്ഷാ സഹകരണത്തിൽ ഇന്ത്യ തുർക്കി ബന്ധത്തിന് ഇത് പുതിയൊരു മുന്നേറ്റം നൽകുമെന്നാണ് വിലയിരുത്തൽ. സോഷ്യൽ മീഡിയയിലും പൊതുജന ചർച്ചകളിലും ഈ സംഭവത്തിന് വലിയ പ്രതികരണമാണ് ഉണ്ടായത്. ചിലർ ഇത് ഇന്ത്യയുടെ ആഗോള സുരക്ഷാ നെറ്റ്വർക്കിൻ്റെ ശക്തി തെളിയിക്കുന്നതായി വിലയിരുത്തുമ്പോൾ, ചിലർ ഇത് ഭാവിയിൽ കൂടുതൽ വലിയ അന്താരാഷ്ട്ര കുറ്റവാളികളെ പിടികൂടാനുള്ള മാതൃകയാകുമെന്നാണ് പറയുന്നത്. അവസാനമായി പറയേണ്ടത്, സലിം ഡോളയുടെ അറസ്റ്റ് ഒരു വ്യക്തിയുടെ പിടിയിലാകൽ മാത്രമല്ല, വർഷങ്ങളായി നിഴലിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വലിയ മയക്കുമരുന്ന് സാമ്രാജ്യത്തിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് ഇന്ത്യൻ ഏജൻസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇനി പുറത്തു വരുന്ന ഓരോ വിവരവും ദാവൂദ് ഇബ്രാഹിമിൻ്റെ, അയാളുടെ ഡി കമ്പനിയുടെ ബാക്കി ശൃംഖലയെ തകർക്കാനുള്ള അടുത്ത നീക്കങ്ങൾക്ക് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ സലിം ഡോളയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് ഇന്ത്യയുടെ വലിയ മയക്കുമരുന്ന് വിരുദ്ധ യുദ്ധത്തിലെ പുതിയ അധ്യായത്തിൻ്റെ തുടക്കമാണ്.